നമുക്കെല്ലാം ഏറ്റവും ആദരണീയനായ മേഘാലയ മുൻ ഗവർണറും കേരള രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും സീനിയർ നേതാക്കളിൽ ഒരാളായ അഭിവന്ദ്യനായ ശ്രീ എം ജേക്കബ് സാറ്, പ്രിയങ്കരനായ ശ്രീ സാജു എബ്രഹാം, ശ്രീമതി ഷൈനി ഷാജി, പ്രിയപ്പെട്ട മറ്റ് സംഘാടക സമിതി അംഗങ്ങളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിനും ജോലിക്കുമുള്ള സാധ്യതകൾ അതിനാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള ഒരു സുവർണാവസരം പാലായിൽ നമ്മുടെ നാട്ടിൽ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും, ശ്രീ സാജു എബ്രഹാം അടക്കമുള്ള എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. അവരുടെ പരിശ്രമങ്ങൾ തീർച്ചയായും കേരളത്തിന് ഗുണകരമാണ് എന്നതിൽ സംശയമില്ല. അവരെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു, ആശംസകൾ നേരുന്നു. ലോകത്ത് വന്നിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിന്റെ വിവിധങ്ങളായ സാധ്യതകൾ ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്നതാണ് ഭാരതത്തിന്റെയും കേരളത്തിന്റെയും ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അനിവാര്യത എന്ന് നമുക്ക് കാണാൻ കഴിയും. ലോകത്ത് ഓരോ രാജ്യങ്ങളും വളർച്ചയിലേക്ക് വന്നിട്ടുള്ളത് ഓരോ രാജ്യത്തിന്റെയും പ്രത്യേകതകൾക്കനുസൃതമായിട്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം കൈവരിച്ചിട്ടുള്ള എല്ലാ നേട്ടങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നതും അടിസ്ഥാനം എന്ന് പറയുന്നതും മനുഷ്യ വിഭവശേഷിയാണ്. ഈ രാജ്യത്തെ ജനങ്ങളാണ് രാജ്യത്തെ വളർച്ചയിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആദരണീയനായ എം ജേക്കബ് സാർ നമ്മുടെ രാജ്യത്തിന്റെ ഭരണരംഗങ്ങളിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. ഇവിടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തപ്പോൾ സൂചിപ്പിച്ചതുപോലെ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെയും ശ്രീ രാജീവ് ഗാന്ധിയുടെയും കാലഘട്ടത്തിൽ ഭാരതം കൈവരിച്ച സുപ്രധാനമായ നേട്ടങ്ങളുടെ ആ പ്രവർത്തനങ്ങളിൽ, നേട്ടങ്ങളിലേക്ക് നയിച്ച പ്രവർത്തനങ്ങളിൽ ഒരു മുഖ്യ ഘടകമായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച മഹത് വ്യക്തിത്വമാണ് ബഹുമാന്യനായ ആദരണീയനായ എം ജേക്കബ് സാർ. അദ്ദേഹത്തിന്റെയൊക്കെ ആ ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾക്കറിയാം, ലോകത്ത് വരുന്ന ഈ പുതിയ മാറ്റങ്ങൾക്ക് അനുസൃതമായി ഭാരതത്തെ മുന്നോട്ട് നയിക്കുക, പുതിയ നൂറ്റാണ്ടിനനുസൃതമായി, ലോക വളർച്ചയ്ക്ക് അനുസൃതമായി ഭാരതത്തെ നയിക്കുക എന്ന വലിയ ലക്ഷ്യം നമ്മുടെ രാജ്യം എടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യ വിഭവശേഷിയുടെ വിനിയോഗവും വളർച്ചയുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഭാരതത്തിന്റെ ശ്രദ്ധ ഇനിയും കേന്ദ്രീകരിക്കേണ്ടത്. ഇപ്പൊ ലോക സാമ്പത്തിക ശക്തികളുടെ മുൻനിരയിലേക്ക് ഭാരതം കടന്നു വരികയാണ്. 10 വർഷം മുമ്പ് അങ്ങനെ പറഞ്ഞാൽ അതൊരു തമാശയായി മാത്രമേ ലോകം കാണുകയുള്ളൂ, ഭാരതത്തിലെ ജനങ്ങളും കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത്, ലോകം ഉറ്റുനോക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ന് ഭാരതം മാറിയിരിക്കുകയാണ്. ഇത് വരാനിരിക്കുന്ന സാമ്പത്തിക വളർച്ചയുടെയും രാജ്യത്തിന്റെ വളർച്ചയുടെയും ചൂണ്ടുപലകൾ ലോകം തിരിച്ചറിയുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഈ വളർച്ചയിലേക്ക് വരുന്നതിന്റെയും അടിസ്ഥാനം മനുഷ്യ വിഭവശേഷിയുടെ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മനുഷ്യ വിഭവശേഷി എന്ന് പറയുന്നത് ഇവിടെ കടന്നു വന്നിരിക്കുന്ന സഹോദരീ സഹോദരന്മാരിൽ തന്നെയാണ് നിലകൊള്ളുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ലോക സാധ്യതകളെ കേരളം എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും, ഭാരതത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും. ഭരണരംഗത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം ഇത് തന്നെയാണ്. നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും ആ പ്രാധാന്യത്തിന് അനുസൃതമായി ഇന്ന് പ്രവർത്തിക്കാൻ പരിശ്രമിക്കുകയാണ്. ഇത് ഗവൺമെന്റിന്റെ തലത്തിൽ മാത്രമായി കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ കേരളത്തിലെ തന്നെ സാഹചര്യം പരിശോധിച്ചാൽ നമുക്കറിയാം, ഒരുപാട് പരിമിതികൾ നമുക്ക് നിൽക്കുകയാണ്. ഇപ്പൊ ലോകത്ത് വരുന്ന ഈ സാധ്യതകൾ മുഴുവൻ കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും പകർന്നു കൊടുക്കാൻ വേണ്ട വിധത്തിൽ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഭാരതത്തിനും കേരളത്തിനും ഇന്നും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത. ഇത് നിയമസഭയും പാർലമെന്റും ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുകയാണ്. മാറ്റങ്ങളിലേക്ക് വരണം. ഇത് മുഴുവൻ, ഈ സാധ്യതകൾ മുഴുവൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ
അതിൽ പ്രാപ്തരാക്കി മാറ്റാൻ, അതിലേക്ക് കടന്നു വരാൻ, അതിന്റെ പ്രയോജനം അവർക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം ഇന്ന് ഗവൺമെന്റ് ലെവലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമായി ഞാൻ അനുമോദിക്കുന്നു. സ്റ്റഡി, വർക്ക് ആൻഡ് മൈഗ്രേറ്റ് ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത് സത്യസന്ധമായി, നീതിപൂർവമായി, വിശ്വസനീയമായി, വിശ്വസ്തയോടുകൂടി എല്ലാ കുട്ടികൾക്കും ഉപകരിക്കുന്ന വിധത്തിൽ രക്ഷിതാക്കൾക്ക് അവരുടെ പ്രതീക്ഷയ്ക്കും അവരുടെ വിശ്വാസത്തിനും അവരുടെ ആഗ്രഹങ്ങൾക്കും അനുസൃതമായി നീതിപൂർവമായി ഇതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നടക്കുവാനും തുടർന്ന് ഇക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയട്ടെ എന്നും ആശംസിക്കുകയാണ്. എന്നെ കെ എം മാണി സാറിനോടൊപ്പം സിബിയാണ് ഈ പരിപാടി സംബന്ധിച്ച് വിളിച്ച് സംസാരിച്ചത്. ഞാനപ്പോ അന്വേഷിച്ചപ്പോ ആദരണീയനായ എം ജേക്കബ് സാറടക്കം ഈ ചടങ്ങിലേക്ക് വരുന്നതായി പറയുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തോന്നി. ഒത്തിരി ചെറുപ്പക്കാർക്ക് കിട്ടുന്ന ഒരു അവസരം നല്ല നിലയിൽ വിനിയോഗിക്കാൻ ഞാൻ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയുണ്ടായി. കാരണം ഒരുപാട് വ്യാജ പരിപാടികൾ, തട്ടിപ്പ്, വെട്ടിപ്പ് ഒക്കെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് കൊണ്ട് മനുഷ്യന് പേടിയാണ്. ഞങ്ങൾക്കൊക്കെ ഇത് പോകാനും സൂക്ഷിച്ചല്ലാതെ പറ്റത്തില്ല എന്നുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് ഇതേക്കുറിച്ച് അന്വേഷിക്കുകയുണ്ടായി. അപ്പോൾ വളരെ ഇത് ഏറ്റവും സത്യസന്ധമായി, നല്ല നിലയിൽ, നീതിപൂർവമായി ഇവർ നടത്തുന്ന ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യം എന്ന നിലയിൽ വിശ്വസ്തയോടുകൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് എന്ന് മനസ്സിലാക്കിയുണ്ടായി. അത് തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അവരിവിടെ സന്നിഹിതരാണ്. അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് എന്നുള്ളത് തന്നെ ഇതിന്റെ വിശ്വാസ്യതയ്ക്ക് പൂർണ്ണമായും അത് നമുക്ക് ബോധ്യപ്പെടുന്ന വിധത്തിലാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ആ നിലയിൽ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ കുട്ടികൾക്ക് മാക്സിമം കഴിയട്ടെ. ഇക്കാര്യത്തിലെല്ലാം എഫർട്ട് എടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും തലങ്ങളിൽ തന്നെയാണ്. സാധ്യതകൾ നിരവധിയാണ്. ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ എങ്ങനെ നമുക്ക് കഴിയും? എല്ലാം നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരട്ടെ, എല്ലാം ഇവിടെ ഉറപ്പുവരട്ടെ എന്ന് പറയുന്ന ഒരു നിർഭാഗ്യകരമായ സമീപനം സമൂഹത്തിലുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ വലിയ പരിശ്രമത്തിലൂടെ നമുക്ക് ഈ സാധ്യതകളെ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ, നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന വിധത്തിൽ മിടുക്കന്മാരായി നിങ്ങൾ ഇവിടെ വന്നവർ മുന്നോട്ട് പോകണം. മറ്റുള്ളവർക്ക് ഈ മെസ്സേജ് നമുക്ക് കൊടുക്കാൻ കഴിയണം. അതിലൂടെ നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും ഒക്കെ ഭാവിയിൽ കൂടുതൽ പുരോഗതിയിലേക്ക് വരാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ ഒരു മുന്നേറ്റത്തിന് ഇത് അവസരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് തരുവാൻ നമുക്ക് ഏറ്റവും നല്ല ആള് എന്തുകൊണ്ട് എം ജേക്കബ് സാർ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടു കാണും, അദ്ദേഹം ഇവിടെ പരിപാടി തുടങ്ങാൻ അല്പസമയം വൈകിയപ്പോൾ ആ സമയത്തും അദ്ദേഹം വായിക്കുകയായിരുന്നു എന്നുള്ളത് കാണേണ്ടതാണ്. അദ്ദേഹം എന്നോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ സാധ്യത ക്ഷമാപണം നടത്തി. എനിക്ക് 1-2 അത്യാവശ്യങ്ങൾ വന്നു. ഇടയ്ക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ കുറച്ച് സമയം ഇവിടെ തുടങ്ങാൻ താമസിക്കുമെന്നും പറഞ്ഞു. അപ്പൊ ആ സമയം നഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റൊന്ന് 2 ചടങ്ങുകളിൽ ഇടയ്ക്ക് കയറി. അങ്ങനെ വരുന്നതിനിടയിൽ സാറിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം കിട്ടിയ സമയം കൊണ്ട് അത്രയും കവർ തീർക്കാം എന്ന നിലയിൽ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം വായിച്ചത് ഇന്ന് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായി തുടങ്ങിയ വിവിധ സംരംഭങ്ങൾ, സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് കൊടുത്ത പ്രാധാന്യം അടക്കമുള്ള കാര്യങ്ങളുടെ പുസ്തകം അദ്ദേഹം വായിക്കുകയാണ്. അത്രയേറെ ശ്രദ്ധേയമായി രാഷ്ട്രീയ രംഗത്ത് നന്നായി കാര്യങ്ങൾ പഠിക്കുകയും വ്യക്തമായ ബോധ്യത്തോടുകൂടി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ജനങ്ങൾക്ക് ഉപകരിക്കുന്ന, രാജ്യ നന്മയ്ക്ക് ഉപകരിക്കുന്ന നിരവധി കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ കഴിഞ്ഞ ഭരണാധികാരി എന്ന നിലയിലും അത് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ, ഗവർണർ എന്ന നിലയിൽ ഒക്കെ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്കും ഒക്കെ വിലയിരുത്തുമ്പോൾ തീർച്ചയായും പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആദരണീയനായ എം ജേക്കബ് സാറിന്റെ സാന്നിധ്യവും ഈ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നു എന്നുള്ളതും ഏറ്റവും വലിയ കാര്യമായി ഞാൻ കാണുന്നു. നിങ്ങൾക്കത് ഏറ്റവും സഹായകരമാണ് എന്നതിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വഴിമാറുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് മൊണാർക്ക് നടത്തുന്ന മിഷൻ എബ്രോഡ് ഓവർസീസ് കരിയർ ഫെസ്റ്റ് എന്ന നിലയിൽ ഇവിടെ നടക്കുന്ന ഈ പ്രോഗ്രാം തീർച്ചയായും കേരളത്തിനും ഭാരതത്തിനും ഉപകരിക്കുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ, ഇതിന്റെ പ്രയോജനം നമ്മുടെ നാടിന് ലഭിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അനുമോദനങ്ങൾ നേർന്നുകൊണ്ട് ഈ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.